സംസാരിക്കാൻ പോകുന്നത് ജോണി സെബാസ്റ്റ്യൻ ഡെപ്പിനെ കുറിച്ചിട്ടാണ്. ആരും ഈ ജോണി സെബാസ്റ്റ്യൻ ഡെപ്പ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞൊരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നെയിം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും. അദ്ദേഹത്തിന്റെ പേരാണ് ജാക്ക് സ്പാരോ, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. പലരും ഒരു പക്ഷേ സംശയത്തോടുകൂടി ചോദിക്കുന്നുണ്ടാകും, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയെ കുറിച്ചുള്ളതാണോ എന്ന്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ ആയിട്ട് അഭിനയിച്ച ജോണി ഡെപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ്. ആരാണ് ജോണി ഡെപ്പ് എന്ന് നിങ്ങൾക്ക് അറിയോ? ജോണി ഡെപ്പ് എന്ന് വെച്ചൊരു സാധാരണ വ്യക്തി, ജനിച്ചത് 1963 ജൂൺ 9 അദ്ദേഹം ജനിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനൊരു എഞ്ചിനീയർ ആയിരുന്നു, അമ്മയൊരു സാധാ വെയിട്രസ്, ഹോട്ടലിലുള്ള വെയിട്രസും ആയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പോലെ തന്നെ വളരെയധികം രസകരമാണ് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് രസകരമൊന്നും അല്ല കേട്ടോ. അദ്ദേഹം കുട്ടിക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛനൊരു മുഴുകുടിയനായിരുന്നു. ദിവസവും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പരിപാടി ദിവസം കുടിച്ചു വന്നിട്ട് തൽഫലമായിട്ട് അദ്ദേഹം 4ാമത്തെ കുട്ടിയായിരുന്നു കേട്ടോ അവരുടെ. പക്ഷേ എന്നിരുന്നാലും ഒറ്റപ്പെട്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന അദ്ദേഹം അധികം വൈകാതെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മൂലം വീട്ടിൽ അച്ഛനും അമ്മയും വേർപിരിയുകയും ഡൈവോഴ്സായിട്ട് പുതിയൊരു വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ രണ്ടാനച്ഛനുമായിട്ട് ഇദ്ദേഹത്തിന് ജോണി സെബാസ്റ്റ്യൻ ഡെപ്പിന് അഥവാ ജോണി ഡെപ്പിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജോണി ഡെപ്പ് എന്നാട്ടോ ജാക്ക് സ്പാരോ ആയിട്ടുള്ള കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള വ്യക്തിയുടെ പേര്. സോ ജോണി ഡെപ്പിന് ഈ അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ലഹരിക്ക് പതിയെ അടിമയാകാനും തുടങ്ങി. തൽഫലമായിട്ട് സ്കൂളിൽ നിന്ന് കുറച്ചു കാലം വിട്ടുനിന്നു. എന്തിനു വിട്ടുനിന്നു എന്ന് ചോദിച്ചു വീട്ടുകാർ തിരിച്ച് സ്കൂളിലേക്ക് ചെന്നപ്പോൾ സ്കൂളുകാർ പറഞ്ഞു, ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവനൊന്നും ആവത്തില്ല, ഇവനെ എങ്ങോട്ടാച്ചാൽ കൊണ്ടുപോയിക്കോ, ബാക്കിയുള്ള കുട്ടികളെ കൂടെ കേടുവരുത്ത എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി. മ്യൂസിക്കിനോടുള്ള കമ്പം മൂലം ഒരു മ്യൂസിക്കൽ ബാൻഡിൽ ചേർന്നു. മ്യൂസിക്കൽ ബാൻഡിൽ ചേർന്നിട്ട് അവിടെയുള്ള ഒരു കൊച്ചുമായിട്ട് ഇഷ്ടത്തിലാവുകയും അവരിരുവരെയും ആ പെൺകൊച്ചിന്റെ ഏട്ടൻ കൈയോടുകൂടെ പിടികൂടുകയും ചെയ്തു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. തൽഫലമായിട്ട് 20ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിക്കൊരിക്കലും ഭാഗ്യമില്ലാത്തത് ഈ വിവാഹം അല്ലെങ്കിൽ പ്രണയം എന്നുള്ള കാര്യത്തിലാണെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വിവാഹങ്ങളും ഡൈവോഴ്സുകളും എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ടൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആ പെൺകുട്ടിക്ക് നിക്കോളാസ് കേജ് എന്ന് പറഞ്ഞൊരു വ്യക്തി അറിയായിരുന്നു. ആരാണ് നിക്കോളാസ് കേജ് എന്ന് നിങ്ങൾ ചോദിക്കും. നമ്മുടെ ഗോസ്റ്റ് റൈഡറിലെ ആരാണ് ഈ നിക്കോളാസ് കേജ് നിങ്ങൾ ചോദിക്കും. നമ്മുടെ ഗോസ്റ്റ് റൈഡറിലെ നടനാണ് ആര്, നിക്കോളാസ് കേജ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് അറിയാമായിരുന്നു. സോ അങ്ങനെ നിക്കോളാസ് കേജിനെ ഈ ജോണി ഡെപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. നിക്കോളാസ് കേജിനെ കണ്ടുമുട്ടിയത് മുതൽ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എന്താണ് ആ മാറ്റങ്ങൾ നിങ്ങൾ ചോദിക്കും ഇല്ലേ? നിക്കോളാസ് കേജിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് നിക്കോളാസ് കേജ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ, സിനിമയിൽ നിങ്ങളിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ടെന്ന്. ആ വാക്കുകൾ അദ്ദേഹം ഏറ്റെടുത്തു. സിനിമയിൽ പരിപൂർണമായി അഭിനയിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. തന്റെ കഴിവിന്റെ മാക്സിമം ഇട്ട് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുടെ അടുത്ത് പോയി അവസരം ചോദിച്ചു. ഒരുപാട് ആൾക്കാരുടെ പിന്നാലെ നടന്നു. ചെറിയ സിനിമകൾ, ചെറിയ കോമഡി വേഷങ്ങൾ, ചെറിയ കോമഡി പ്രോഗ്രാമുകൾ. പതിയെ ആൾക്കാരുടെ മനസ്സിൽ എവിടെയോ ജോണി ഡെപ്പ് എന്ന് പറഞ്ഞ പേര് സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇടം നേടാൻ തുടങ്ങി. എന്നാൽ അവിടെ തീരുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇനി തനിക്ക് നല്ല കരിയർ ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ദ എൻഡ് ഈസ് ബിഗിനിങ് എന്നെല്ലാം നമ്മൾ പറയുമല്ലോ. യെസ്, ആബ്സല്യൂട്ട്ലി. അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 ഡിസ്നി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഒരു വലിയ തുക മുടക്കിയിട്ടൊരു പടം എടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ പടത്തിന്റെ പേരെന്താണെന്ന് അറിയാം? ഊഹിച്ചത് തന്നെ, പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ. ശരിക്കും ആ പടം അഭിനയിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ആ പടത്തിൽ ജാക്ക് സ്പാരോ ആയിട്ട് അഭിനയിക്കേണ്ടിയിരുന്ന ഹ്യൂ ജാക്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ജോണി ഡെപ്പിന്റെ പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ടൈം ശരിയാവാത്തതുകൊണ്ട്, ഹ്യൂ ജാക്മാൻ നമ്മളെ എക്സ്മാൻ്റെ നടനാട്ടോ, അദ്ദേഹത്തിന് ടൈം ശരിയാവാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജാക്ക് സ്പാരോ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ നമ്മുടെ ജോണി ഡെപ്പിനെ വിളിക്കുകയും അദ്ദേഹം ആ ക്യാരക്ടറിനെ പറ്റി പഠിച്ചിട്ട് അവിടെയുള്ള പ്രൊഡ്യൂസേഴ്സിന് മുൻപിൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ആർക്കും പിടിച്ചില്ല ആ ക്യാരക്ടർ. സോ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുള്ളൂ, പറ്റുകയാണെങ്കിൽ എന്നെ അഭിനയിപ്പിച്ചാൽ മതി. എന്നാൽ ആറ്റിറ്റ്യൂഡ് ചിലർക്ക് ഇഷ്ടമായി അദ്ദേഹത്തെ അഭിനയിപ്പിച്ചു. അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ജാക്ക് സ്പാരോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ സിനിമയിലെ ഒരു സൈഡ് ക്യാരക്ടർ മാത്രമായിരുന്ന ജാക്ക് സ്പാരോ പിന്നീട് ലോകമൊട്ടാക്കി അറിയപ്പെടുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായി മാറിയെടുക്കാൻ ജോണി ഡെപ്പിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ ലെവൽ. അദ്ദേഹത്തിന്റെ ലെവൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനോ പടം കണ്ട് ഇൻസ്പയർ ആയിട്ട് എന്റെ പബ്ജിയിലുള്ള ക്യാരക്ടറിന്റെ നെയിം അടക്കം ജാക്ക് സ്പാരോ എന്ന് വെച്ചിരിക്കുന്നത്. എനിവേ, ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പ്രോബ്ലംസ് ആർ
once more, the problems are not really the problems. The problem is our attitude towards the problem. മനസ്സിലായെന്ന് എനിക്കറിയില്ല. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളല്ല, ആ പ്രശ്നങ്ങൾക്ക് നേരെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ ഫ്രണ്ട്സ് നെക്സ്റ്റ്